ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിന്ന് ആക്ച്വലി ഒരു സംഭവം ഉണ്ടാക്കി. അത് കഴിക്കുന്ന നേരത്തെ ഓർത്ത് അയ്യോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു എന്ന്. കുഞ്ഞിന് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചായിരുന്നു, ചേച്ചി എന്താ ഓർഡറിൽ അത് ഫോളോ ചെയ്തേനെ. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വീഡിയോ ഇടാന്ന്. ലേറ്റായിപ്പോയി മക്കളെ, മോന് 1 വയസ്സാവാനായി. പക്ഷേ നാട്ടിലെല്ലാവരും പ്രസവിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഞാനൊന്ന് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് തിങ് ഞാനിപ്പോൾ കഴിക്കുന്നത് കാണിച്ചുതരാം. ആക്ച്വലി ഞാൻ ഇടയ്ക്ക് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പാല് നല്ല പോലെ കുറയും കേട്ടോ, വെള്ളം കൂടിയൊക്കെ കുറയും. അപ്പോൾ അതിൻ്റെ ആണോന്ന് അറിയത്തില്ല. ബ്രസ്റ്റ് മിൽക്ക് കുറയുമ്പോൾ എൻ്റെ അമ്മയുടെ ഒരു സീക്രട്ട് റെസിപ്പി ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ നടത്തി നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് സാധനം. ഒന്ന് കാണിച്ചു തരാം. അച്യുതൊന്ന് ഫോക്കസ്. ഇങ്ങനെ ഇരിക്കും. കാണാൻ വലിയ ലുക്കൊന്നുമില്ല, പക്ഷെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിലെന്തൊക്കെയാണെന്നറിയോ? നമ്മുടെ പൊടിയരി, ബ്രോക്കൺ റൈസ് ഇല്ലേ, പൊടിയരി, പിന്നെ കുറേ തേങ്ങ വേണം കേട്ടോ, ശർക്കര, കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വിട്ടേക്ക്, ജീരകം, കുറച്ച് ഉലുവയും. ജീരകം ഇൻ ദ സെൻസ് നല്ല ജീരകം കേട്ടോ, നല്ല മണമുള്ളത്, പിന്നെ ഉലുവ. ഇതെല്ലാം കൂടെ ഒരു കുക്കറിലിടാം. എന്നിട്ട് വിസിൽ ടാ വിസിൽ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് കഴിക്കുമ്പോൾ ഭയങ്കര യമ്മിയാണ്. ഇതിൻ്റെ കൂടെ ഞാനൊരു കട്ടൻ ചായയും കുടിക്കുന്നുണ്ട് കേട്ടോ. നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇൻ ദ സെൻസ് ബ്രസ്റ്റ് മിൽക്ക് കൂടുതൽ വേണ്ടവർത്താ, എല്ലാത്തവർക്കും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു. നല്ല യമ്മിയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിത് ആക്ച്വലി ശരിക്കും വർക്കൗട്ടായി. പിന്നെ നമ്മുടെ മെയിൻ ടോപ്പിക്, കുഞ്ഞിയുടെ ഫുഡ്. അപ്പോൾ ഇവൻ 6 മന്ത്സ് ബ്രസ്റ്റ് മിൽക്ക് മാത്രമായിരുന്നു കേട്ടോ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. 6 മന്ത്സ് കഴിഞ്ഞപ്പോൾ അവന് ചെറുതായിട്ട് വെള്ളം കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വെള്ളം ഇൻ ദ സെൻസ് നമ്മൾ ആദ്യം ബോയിൽ ചെയ്തു, എന്നിട്ട് അത് തിളപ്പിച്ചിട്ട് ആറ്റിയ വെള്ളം. ഓക്കെ, അത് കുപ്പിയിലാക്കിയിട്ട്. പക്ഷെ അവൻ ആദ്യം അതൊന്നും കുടിച്ചിരുന്നില്ല, അവനതൊന്നും വേണ്ട, കൊച്ചിന് വേറെ ഒന്നും വേണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഫുഡ് എന്തായിരുന്നു അറിയോ? മത്തങ്ങ സ്റ്റാർട്ട് ചെയ്യാൻ കാരണമുണ്ട്. കുഞ്ഞുങ്ങൾ ടേസ്റ്റ് അറിഞ്ഞു തുടങ്ങുന്ന ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ നാട്ടിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലവർ ആദ്യമേ ആപ്പിൾ, പഴം, അങ്ങനത്തെ നല്ല യമ്മി ആയിട്ടുള്ള ഫ്രൂട്ട്സിന് സ്റ്റാർട്ട് ചെയ്യും. റോങ്. അപ്പോൾ എന്താ ഉണ്ടാവാന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ നല്ല ചൂസി ആയി തുടങ്ങും. ആദ്യമേ അവർക്ക് ടേസ്റ്റ് ഉള്ളത് കിട്ടുമ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും, ഇപ്പോൾ പൊട്ടാറ്റോ അല്ലെങ്കിൽ ക്യാരറ്റ്, അങ്ങനത്തെ അത്ര ടേസ്റ്റ് ഇല്ലാത്തതിനോട് അവർ നോ പറയാൻ തുടങ്ങും. അപ്പം ഞാൻ ബുദ്ധിപൂർവ്വം നീങ്ങി ഫസ്റ്റ് അവന് കൊടുത്തത് പംകിൻ ആയിരുന്നു കേട്ടോ, മത്തങ്ങ ഒരു ചെറിയ കഷ്ണം എടുത്തു. അവനായിട്ട് സ്പെഷ്യൽ കുക്കറുണ്ട്, പാത്രങ്ങളുണ്ട്, സ്പൂൺസ് ഉണ്ട്. കൊച്ചിന് മാത്രം ഫുൾ വേറെ സാധനങ്ങളാണ്, ഞങ്ങൾ തൊടാറില്ല. ഞങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാറില്ല. അപ്പം അതിൽ ഒരു ചെറിയ പീസ് മത്തങ്ങ വെച്ചിട്ട് കുക്കറിൽ ഒന്ന് ആവി കയറ്റി. ഓക്കെ, അതായത് ചെറുതായിട്ടൊന്ന് ആവി വരുന്ന പോലെ സ്റ്റീം ചെയ്തെടുത്തു. എന്നിട്ട് അവൻ്റെ തന്നെ ഒരു ബുള്ളറ്റ് ഉണ്ട് നമുക്ക്, മിക്സി. നമ്മുടെ നോർമൽ നമ്മൾക്ക് യൂസ് ചെയ്യണതൊന്നും അവന് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. എൻ്റെ അമ്മ അതൊന്നും സമ്മതിക്കത്തില്ല ഗൈസ്, അതുകൊണ്ടാണ്. അപ്പോൾ അതിലിട്ടിട്ട് നല്ലപോലെ പ്യൂരി ആക്കി എടുക്കും. അതാണ് അവന് ഫസ്റ്റ് കൊടുത്ത ഫുഡ്. അപ്പോൾ ഫസ്റ്റ് ഇത് കൊടുത്തപ്പോൾ അവന് ഭയങ്കര ഡിഫറെൻ്റായി തോന്നി. കാരണം നമ്മൾ സ്പൂണിൽ ഫീഡ് ചെയ്യുക, തിക്കായിട്ടുള്ള സാധനം. തിക്ക് ഇൻ ദ സെൻസ് ഒത്തിരി തിക്കല്ല കേട്ടോ, സെമി. അപ്പോൾ അതവൻ നന്നായി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൊടുത്തത് ക്യാരറ്റ് കൊടുത്തു, സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് ദെൻ ആപ്പിൾ. അങ്ങനെ ഓരോ ദിവസം ആദ്യം ഒരു തവണ വെച്ചിട്ട് ഇത്തിരി കൊടുത്തു നോക്കി. ലേറ്റർ ഓൺ ഇത് കൂട്ടി. അങ്ങനെ എനിക്ക് തോന്നുന്നു 7th and 8th month അങ്ങനെ കംപ്ലീറ്റ്ലി 1 ടൈപ്പ് ഓഫ് പ്യൂരിയിൽ പോയി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ മിക്സ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇതിനിടയിൽ വേറെ നമ്മുടെ നാട്ടിലത്തെ കുറച്ച് ആചാരങ്ങളുണ്ടല്ലോ. റാഗി, അതായത് പുല്ലുപൊടി, കായപ്പൊടി, പിന്നെ ഉണ്ടായിരുന്നല്ലോ സൂചി ഗോതമ്പ്, റവ, ഇതൊക്കെ കുറുക്കി കൊടുക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ 8th month കൊടുത്തു തുടങ്ങി കേട്ടോ. അതായത് റവയും സൂചി ഗോതമ്പ് എന്താണെങ്കിലും കുറച്ച് വെള്ളം, പിന്നെ പനക്കൽക്കണ്ടം കിട്ടും, അത് ഇറ്റ് ലുക്സ് ബ്രൗൺ. അത് കുട്ടികൾക്ക് കഫം വരാതിരിക്കാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. അപ്പോൾ പനക്കൽക്കണ്ടാണ് കൊടുത്തിരുന്നത്. വൈറ്റ് ഷുഗർ ഇതുവരെ ഇപ്പോഴും കുഞ്ഞിക്ക് നമ്മളിവിടെ വൈറ്റ് ഷുഗർ കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് കുറുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പുല്ലുപൊടിയുടെ പറഞ്ഞുതരാം. പുല്ലുപൊടി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നമ്മൾ പൊടിച്ചെടുക്കുന്നതുണ്ട്, പക്ഷെ നമ്മളിവിടെ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ബ്രൗൺ ചെറിയ മണി പോലത്തെ മേടിക്കാൻ കിട്ടും, കടുക് പോലെ ഇരിക്കും കാണാൻ. അത് മേടിക്കും, അത് വെള്ളത്തിലിട്ട് വയ്ക്കും, തലേന്ന് സോക്ക് ചെയ്ത് വയ്ക്കും. പിറ്റേന്ന് അതെടുത്തിട്ട് ആ വെള്ളം കളഞ്ഞ് വേറെ വെള്ളത്തിൽ, നല്ല വെള്ളത്തിൽ മിക്സിയിൽ നല്ലപോലെ അടിക്കും. എന്നിട്ട് അരിച്ചെടുക്കുമ്പോൾ നമുക്കൊരു വൈറ്റ് ലിക്വിഡ് പോലത്തെ അത് കിട്ടും.
അതിലേക്ക് കുറച്ച് വെള്ളവും പനക്കൽക്കണ്ടവും ഇട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല കുറുക്കായിട്ട് കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ, കായപ്പൊടി. അത് വീട്ടിൽ അമ്മ പൊടിച്ച് കൊടുത്ത് വിടുന്നത് കേട്ടോ. അപ്പോൾ അതും വെറുതെ വെള്ളത്തിലും കുറച്ച് പനക്കൽക്കണ്ടവും ഇട്ടിട്ട് കുറുക്കാക്കി എടുക്കുക. പിന്നെ റവയുടെയൊക്കെ റെസിപ്പീസ് ആക്ച്വലി നമ്മളുടെ ഇത്തിരി അഡ്വാൻസ്ഡ് സ്റ്റൈലായിരുന്നേ. ഞങ്ങളതിൽ ബദാം ഇടായിരുന്നു. ഒരു ബദാം, ഒരു കാഷ്യൂനട്ട്, പിന്നെ ഒരു ഈത്തപ്പഴം, റവ ആൻഡ് പനക്കൽക്കണ്ട അധികം വേണ്ടി വരില്ല, കാരണം ആ ഡേറ്റ്സിൻ്റെ മധുരം നന്നായി ഇറങ്ങുമായിരുന്നു. അപ്പോൾ കുറച്ച് അത് എല്ലാം കൂടെ അടിച്ച് കൊടുക്കുമായിരുന്നു. ഇതൊക്കെ 8th മന്ത് കഴിഞ്ഞപ്പോൾ കേട്ടോ. നമ്മൾ മിക്സിങ് തുടങ്ങിയതെല്ലാം അവൻ 8th മന്ത് കഴിഞ്ഞിട്ടാണ്. ആ 7th 8th മന്ത് എനിക്കറിയില്ല, അത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവിടെ മോൻ ഒറ്റൊറ്റ കാര്യങ്ങൾ വെച്ച് വളരെ ഹാപ്പി ആയിരുന്നു. ലൈക്ക് അവന് പംകിൻ കൊടുക്കുമായിരുന്നു, ആപ്പിൾ, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടേറ്റോ. പിന്നെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്താ, കിവി, ഫ്രൂട്ട്സ് എല്ലാം. പഴം, നമ്മുടെ ഏത്തപ്പഴമില്ലേ, നാട്ടിലെ ഏത്തപ്പഴം പുഴുങ്ങിയിട്ട് അടിക്കും. എന്നിട്ട് അതിൽ നാടൻ നെയ്യ് ഉണ്ടാവുമല്ലോ, വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് നെയ്യ് 2 ഡ്രോപ്പ് കേട്ടോ ഇതാക്കിയിട്ട് അത് കൊടുക്കുമായിരുന്നു. ആക്ച്വലി അവൻ കഴിക്കുന്നുണ്ട്, പക്ഷെ അവൻ്റെ ശരീരത്തിൽ ഇതൊന്നും കാണുന്നില്ല. ആളിപ്പോഴും ഇത്രയേ ഉള്ളൂ. നമ്മളുടെ സൈഡിൽ നിന്നെല്ലാം പക്കയായിട്ട് നടക്കുന്നുണ്ട്. സോ അതായിരുന്നു അവൻ്റെ ഫുഡ് സ്റ്റൈൽ. ഇപ്പോൾ പിന്നെ വേറെയും ഫുഡൊക്കെ കൊടുത്തു തുടങ്ങി. അവന് പാൻ കേക്ക്സ് ഉണ്ടാക്കും. ആളിപ്പോൾ 10th മന്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പാൻ കേക്ക്സ് ഇൻ ദ സെൻസ്, ഞാനൊരു റോബസ്റ്റ് ഉണ്ടല്ലോ, ചിക്കൂട്ട, പിന്നെ അതിലിത്തിരി ഓട്സും ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് അടിക്കും. കുറച്ച് വെള്ളം, അങ്ങനെ. പാല് നമ്മളധികം ഔട്ട്സൈഡ് മിൽക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ അവൻ നമ്മുടെ സിമിലാക്കും അപ്റ്റാമിൽ അങ്ങനെ കുറേ ഉണ്ട്, അതൊന്നും ആൾ ട്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിൽ ഒരു സ്പൂൺ ഏതെങ്കിലും കുറുക്കിലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കും, അങ്ങനെയെങ്കിലും അത് ശരീരത്തിൽ കയറട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷെ അല്ലാതെ ആൾ കുടിക്കുന്നില്ല. പിന്നെ നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയ, പാൻ കേക്ക് കൊടുക്കും. ഇപ്പം ചപ്പാത്തി കഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്തൊക്കെ കഴിക്കുന്നു കൊച്ചിന് അതൊക്കെ വേണം. ഫ്രൈഡ് റൈസ് വേണം, ബിരിയാണി വേണം. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ ഓരോ അരി വായിൽ വെച്ച് കൊടുക്കും, അല്ലാതെ അങ്ങനെ വേറെ ഒന്നും കൊടുക്കലില്ല. നോ മീറ്റ്. ഓക്കെ, ഫിഷും ചിക്കൻ അതൊന്നും നമ്മൾക്ക് ഇപ്പോൾ കൊടുക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് അതൊന്നും കൊടുത്തിട്ടില്ല. വേറെ എന്താ അവനെ കൊടുക്കുന്നത് നമ്മൾ? ഗോതമ്പ് ദോശ. ഇവിടെ ഇമ്പുവിനും ചെറുതിനും ഗോതമ്പ് ദോശ എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇമ്പു ടിഫിൻ ഫുൾ ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ പഞ്ചസാര, ഗോതമ്പ് ദോശ ന്യൂട്രല്ല, പിന്നെ ഗോതമ്പ് ദോശ ചട്നി, അതൊക്കെ ഇമ്പ് കൊണ്ടുപോകാം. സെയിം തന്നെ ചെറിയ ആൾക്ക് ഇപ്പോൾ ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ്. മേ ബി കടിക്കാൻ സോഫ്റ്റ് ആയതുകൊണ്ടായിരിക്കാം, അതിഷ്ടമാണ്. പിന്നെ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ കേട്ടോ. ഇപ്പം ആക്ച്വലി എണീറ്റ് വന്നെൻ്റെ ഇതൊക്കെ വാങ്ങി കഴിക്കും. ചോറ്, യെസ്. ചോറ് കൊടുക്കും. അയ്യോ, കഞ്ഞി. സോറി ഗൈസ്, മെയിൻ കാര്യം പറഞ്ഞില്ല. 8th മന്ത് കഴിഞ്ഞപ്പോൾ നമ്മളവന് കഞ്ഞി കൊടുക്കുമായിരുന്നു. കഞ്ഞി ഇൻ ദ സെൻസ് പൊടിയരി കേട്ടോ. പൊടിയരിയും കുറച്ച് പരിപ്പ്, പിന്നെ ഞാനതിൽ കുറേ വെജിറ്റബിൾസ് ഇടായിരുന്നു. ലൈക്ക് ഒരു നമ്മുടെ നീളൻ പയർ കിട്ടില്ലേ, അതിടും, ഒരു ചെറിയ കോവയ്ക്ക ഇടും, ക്യാരറ്റ് ഇടും, പൊട്ടേറ്റോ ഇടും. ഇടാന്ന് പറഞ്ഞത് കുറേ അല്ല കേട്ടോ, അതിൻ്റെ ഒരു പീസ് അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ആൾ. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഒരു നുള്ളി ജീരകം, ഇത്തിരി തേങ്ങ, ഉപ്പിട്ടിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടങ്ങ് അടിക്കും. അപ്പോൾ ഇത് ആൾക്ക് ഒരു സൂപ്പിൻ്റെ ടേസ്റ്റാണ്. ഇത് എന്താ കാരണം എന്നും പറഞ്ഞുതരാം. നമ്മുടെ പുള്ളി NMCയിൽ അഡ്മിറ്റായി ഒരു തവണ. അപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡാണ് കൊണ്ട് കൊടുക്കാറ് ആൾക്ക്. അവിടുത്തെ സൂപ്പ് അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുമാതിരി എല്ലാം അവരിങ്ങനെ പ്യൂരി ഫോമിലാണ് കൊണ്ടുതരാം, ദാൽ കറിയും ചോറൊക്കെ. അപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് മണപ്പിച്ച് മനസ്സിലാക്കി ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിഷ്ടം. കഞ്ഞി കേട്ടോ, പൊടിയരിക്കഞ്ഞി, അത് ഡെയിലി കൊടുക്കും കേട്ടോ. റിയലി സോറി, അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഞാൻ ആദ്യം പറയാൻ വിട്ടു. അപ്പോൾ അത് 8th മന്ത് തൊട്ട് കൊടുക്കുന്നുണ്ട് ഒരു നേരം. പിന്നെ ഇടയ്ക്ക് അവൻ ഇതിൻ്റെ സ്മെല്ലൊക്കെ ബോറടിക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഉണ്ടാക്കും. അതായത് ജസ്റ്റ് പൊടിയരിയും തേങ്ങയും ഉപ്പും ജീരകവും മാത്രം ഇട്ട് അടിച്ചു കൊടുക്കും. പിന്നെ തീരെ വയ്യാതാവുമ്പോൾ തേങ്ങയെ മാറ്റി നിർത്തി പൊടിയരിയും ഉപ്പും മാത്രം അടിച്ചു കൊടുക്കും. അങ്ങനെയുണ്ട്. ഐ തിങ്ക് ഈ അരി നല്ലതാണെന്ന് തോന്നുന്നു, പൊടിയരി. അപ്പോൾ ഡെയിലി ഒരു 5 നേരം നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടെ ഓർഡർ പറഞ്ഞുതരാം. രാവിലെ എണീറ്റുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നില്ലെങ്കിൽ പഴം വേവിച്ച് അടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ സൂചി ഗോതമ്പ് കുറുക്കാക്കും, റവ കുറുക്കാക്കും, അങ്ങനെ എന്തെങ്കിലും. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞ കഞ്ഞി, അല്ലെങ്കിൽ ചോറും മോരുകറിയും കൂടെ അടിച്ചു കൊടുക്കും. അത് ഭയങ്കര ഇഷ്ടം ആൾക്ക്. പിന്നെ ഇടയിൽ ഒരു ഫ്രൂട്ട് എന്തെങ്കിലും അടിച്ച് പ്യൂരി ആയി കൊടുക്കും. പിന്നെ വൈകിട്ട് രാവിലെ എന്താണോ കൊടുത്തത് അതല്ല, അതിന് പകരം വേറെ എന്തെങ്കിലും. നമ്മളിപ്പോഴും പുല്ലുപൊടി കുറുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അവനത് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് നൈറ്റ് വീണ്ടും എന്തെങ്കിലും ഇത്തിരി ആൾ ഹെവി ആയിട്ട് കഴിക്കും. അത് ഞാൻ പറഞ്ഞല്ലോ, ചപ്പാത്തിയോ പാൻ കേക്കോ എന്തെങ്കിലും പകുതി കഴിക്കും. പിന്നെ നമ്മൾ എന്തെങ്കിലും കുറുക്ക്.
ഓട്സ് ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഓട്സും അവക്കാഡോ ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കും. ഞാൻ കുറേ മിക്സിംഗ് ഒക്കെ ചെയ്യും. ഞാൻ ഭയങ്കര മിക്സറാണ് ആക്ച്വലി. ഇന്നലെ പൊടിയരിയിൽ ഞാൻ പഴം മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്തു. അവന് ടേസ്റ്റ് മാറിയാൽ മതി, അപ്പോൾ ഭയങ്കര കൗതുകത്തോടെ കഴിക്കും. പിന്നെ ഇടയ്ക്ക് പാത്രം അവന് ബോറടിക്കും. അപ്പോൾ നമ്മൾ ഗ്ലാസ്സിലൊക്കെ കുറുക്കൊഴിച്ച് ഇതിന്ന് സ്പൂണിൽ കോരി കൊടുക്കും. പിന്നെ വെള്ളം ബോട്ടിൽ അവന് മടുക്കും, അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ മൂടിയിൽ ഒഴിച്ച് കൊടുക്കും. അപ്പോൾ കുറേ കുടിക്കും. അങ്ങനെ ഒരു പ്രത്യേക തരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി അവർക്കെല്ലാം കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ, അപ്പോൾ അതിൻ്റെ ആയിരിക്കാം നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ മാറി. ഇപ്പോൾ ആളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചാണ് ഇവിടെ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡേ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി നൈസ്. അങ്ങനെ ഇപ്പോൾ ആൾ ഉറങ്ങാം. ഇനിയിപ്പോൾ എണീറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് കഴിക്കുന്ന കാണും, എൻ്റെ നിന്ന് ഇതൊക്കെ വാങ്ങി തിന്നും. പിന്നെ ആളുടെ ലോക കുറേ ബോൾസ് ഭയങ്കര ഇഷ്ടം, അതിരുന്ന് കളിക്കും. പിന്നെ വേറെ എന്താ പറയാനുള്ളത്? മോന് യൂസ് ചെയ്യുന്ന പാമ്പേഴ്സിനെ കുറിച്ച് ചോദിച്ചിരുന്നു കേട്ടോ. ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് പാമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പാമ്പേഴ്സിൻ്റെ പ്രീമിയം അങ്ങനെ കുറച്ചുണ്ട്. പ്ലസ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കിം ആൻഡ് കിമ്മി. അത് ഇവൻ്റെ സൈസിൽ എനിക്ക് കിട്ടുന്നില്ല. ലൈക്ക് ഇവന് പാൻസാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കൂടുതലും. അത് പാമ്പേഴ്സിൽ കിട്ടുന്നുണ്ട്. കിം ആൻഡ് കിമ്മിയിൽ ആൾ ചെറുത് 6 കിലോ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ആ സൈസിൽ പാൻസ് കിട്ടുന്നില്ല. പക്ഷേ ഞാനിപ്പോൾ ഡയപ്പറാണ് യൂസ് ചെയ്യുന്നത്. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടം. ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം കാണിച്ചു തരാം. വെയിറ്റ്. പാമ്പേഴ്സ് എടുക്കാൻ പോയതാ, സോറി. കുഞ്ഞിഷി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനെ. ഗുഡ് മോർണിംഗ്. അത് വേണോ കുഞ്ഞിക്ക്? രാവിലെ ഞാൻ എന്ത് കഴിക്കുകയാണെങ്കിലും ഇങ്ങനെ ഇരിക്കുക, എൻ്റെ കൂടെ ഇരുന്ന് എല്ലാതും ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി കേട്ടു. അല്ലേ കുഞ്ഞി? നമ്മൾ കുഞ്ഞിയുടെ പാമ്പിനെ പറ്റി പറയട്ടെ കേട്ടോ. ഓക്കെ, സോ ഗൈസ്, ഇതാണ് നമ്മുടെ പാമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ കുറേ ടൈപ്പ് ഉണ്ട്. പ്രീമിയം, എക്സ്ട്രാ കെയർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനതിൽ 12 hours നോക്കിയിട്ട് എപ്പോഴും എടുക്കാം. സോ ഇതാണ് പാമ്പേഴ്സ്. ആൻഡ് ഇതാണ് കിം ആൻഡ് കിമ്മി. ഇത് ഭയങ്കര സോഫ്റ്റാണ്, ലൈക്ക് ഭയങ്കര സോഫ്റ്റാണ്. എനിക്കെന്തോ ഇത് പേഴ്സണൽ ഫേവറേറ്റാണ് കേട്ടോ, കിം ആൻഡ് കിമ്മി. പ്യുവർ ബോണ്ട് യൂസ് ചെയ്തിരുന്നു, പക്ഷെ അത് ഇട്ടപ്പോൾ ഇവന് റാഷസ് വരുക. സൈഡിൽ എപ്പോഴും ഇങ്ങനെ പൊട്ടുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മളിങ്ങനെ ക്ലിപ്പ് ഓൺ ചെയ്യുന്നൊരു പോർഷനില്ലേ, അത് ഷുഡ് ബി സോഫ്റ്റ്. കാരണം കുഞ്ഞുങ്ങളുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആണല്ലോ. അപ്പോൾ ഫോർ ദിസ് ബ്രാൻഡ് അത് ഭയങ്കര സോഫ്റ്റ്. ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ, അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നത്. സോ ഇതാണ് കിം ആൻഡ് കിമ്മി. ഇത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ക്രൈന്നായി മേടിക്കുന്നത്. അതിൽ ആക്ച്വലി കമ്പയർ ചെയ്യുമ്പോൾ വലിയ പ്രൈസ് തോന്നില്ല. ഓഫർ വരുമ്പോൾ മേടിച്ച് വെക്കും. കുഞ്ഞിക്ക് വല്ലതും പറയാനുണ്ടോ? എനിക്കിവർ ചിക്കനും മീനൊന്നും തരുന്നില്ല എന്ന് പറയണോ? സങ്കടം പറയണോ കുഞ്ഞിക്ക്? ഇതിഷ്ടമായ കുഞ്ഞിക്ക്? വേണം ഇനി? അതായാലും കഴിഞ്ഞിട്ടില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി വല്ല ടോപ്പിക് ഉണ്ടോ കവർ ചെയ്യാൻ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. ഞങ്ങൾ പെട്ടെന്ന് ഇടുന്നതായിരിക്കും. ഇപ്പോൾ പെട്ടെന്നൊന്ന് പറയാൻ മടിയാണ്, കാരണം അത് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ വരുന്നത്. ആക്ച്വലി ഞാൻ ഭയങ്കര ബിസി ആയി പോവാം. എനിക്കിപ്പോൾ മൂവിൻ്റെ ക്ലാസ് ഉണ്ട്, സ്റ്റുഡിയോയിൽ പോകണം, ഇവരെ കാര്യങ്ങളുണ്ട്. പിന്നെ ആഡ്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആഡ്സ് ഇൻ ദ സെൻസ് കുഞ്ഞി പ്രൊമോഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാതും എടുത്ത് ചെയ്യല്ല കേട്ടോ. കുറച്ച് നോക്കും, നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഐ വിൽ ഡു ഇറ്റ്. പിന്നെ ഇവിടെ കുറേ വീട്ടമ്മമാരുണ്ട്, അവരുടെ കുറേ ഓൺ ബിസിനസ് ഇറക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. കാരണം എല്ലാവരും സൂപ്പറായി വരട്ടെ. അപ്പോൾ അതിനൊക്കെ എനിക്ക് കുറച്ച് സമയം പോവും. അങ്ങനെയാണ് ബിസി ആയി പോകുന്നത് കേട്ടോ, അല്ലാണ്ട് വെറുതെ പറയുന്നതല്ല. അപ്പം അത്രയ്ക്കേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി ബൈ ബൈ. കുഞ്ഞിയുടെ ഫുഡിന് സമയമായി. ബൈ ബൈ പഞ്ഞ് കുഞ്ഞി. ബൈ ബൈ പഞ്ഞ്. ഐ ലവ് യു പഞ്ഞ്. ഐ ലവ് യു ഓൾ. പഞ്ഞ് ഐ ലവ് യു ഓൾ. ശരി കേട്ടോ, ബൈ ബൈ.